ഞാൻ പതുക്കെ സംസാരിക്കുന്ന റൂമിൽ നമ്മൾ ഡോർമെട്രിയിലാണല്ലോ, പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുക. അപ്പം അതുകൊണ്ട് ഇത് റെഡിയായി. വ്യൂ കാണിച്ചു തരാം. ഇറങ്ങി ഫിറ്റ് എല്ലാം കഴിഞ്ഞു. പാക്കൊക്കെ ചെയ്തു. പിന്നെ താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ട് പോകണം. ഞങ്ങളുടെ റൂമിൽ അവിടെ ഇത്രയും പേര് അതാ പിന്നെ ഒച്ചത്തിൽ സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതാ പോകുന്നു. അവിടെ പോയി പിന്നെ വെള്ളം വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാം. കിച്ചൺ ഏരിയ മേടിച്ച ഫുഡ് ചൂടാക്കുക, കഴിക്കുക, പോവുക. ഇതാണ് കിച്ചൺ. ഇവിടെ മൈക്രോവേവുണ്ട്. ഇത് മെയിനാണ് നമ്മൾ ചോറ്, ഇത് ഇന്നലെ മേടിച്ച കറി, ഇത് ഇന്നലെ മേടിച്ച റൊട്ടി മീൻസ് ചപ്പാത്തിയുണ്ട്, തന്തൂരി റൊട്ടിയുണ്ട്. അപ്പോൾ അതും ചൂടാക്കിയിട്ട് കഴിച്ചിട്ട് പോവാം. ജസ്റ്റ് വെള്ളം എടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. നമുക്കിവിടെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ചെയ്യാൻ പറ്റും. 12 pounds ആയിരുന്നു ലൈക്ക് പെർ പേഴ്സൺ. പിന്നെ ഇവിടെ എന്താ മെനു എന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ എല്ലാവരും മറ്റേ ബ്രെഡും ജാമും കഴിച്ചുകൊണ്ട്. ബ്രെഡും ജാമിന് നമ്മൾ 12 pounds കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊള്ളാം. ഒരു ലൈക്ക് ഫോർമൽ കിച്ചൺ സെറ്റപ്പാണ് അവിടെ. സോ ഇങ്ങനെ ഇറങ്ങണം. വിശന്നിരുന്നതുകൊണ്ട് ഫുഡൊക്കെ പെട്ടെന്നങ്ങ് പോയി. കുഴപ്പമില്ല. വണ്ടി തോന്നിക്കുന്നു. അതാണോ? ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ഡേ. A bit different from Birmingham, isn't it? Yeah. More like a city. When you go to, so how much did they charge? Yeah, that's good. Snowing. Yes. So I'm going to go see what's snow on this. See, various stops along the way, so we won't be driving for. ടൂർ ഗൈഡിൻ്റെ ഗ്രൂപ്പ് കിട്ടി. എല്ലാവരും ബാക്കിലായിരുന്നു. പക്ഷേ പിന്നെ അവർ പറഞ്ഞു ഇനി 4 പേര് വരാനുണ്ട്. അപ്പോൾ അവർക്ക് ബാക്കിലിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് സെറ്റ് ഓഫ് ആൾക്കാരെയും ആൾക്കാരെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ടൂർ സ്റ്റാർട്ടായി. ഗ്ലെൻകോ പോകുന്നു. അപ്പോൾ ഹൈലൈറ്റ്സ് ഉണ്ട്. അപ്പം 45 minutes ഡ്രൈവ് ഉണ്ട്. ആണ്. ഇനി 45 minutes. So yeah, first stop today, just going to have some okay, I won't drive too fast. ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷൻ എത്തി. ആക്ച്വലി എന്തോ വില്ലേജ് പോലത്തെ ഒരു സംഭവമാണ്. അതായത് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു വില്ലേജ് പോലത്തെ ഒരു സംഭവമുണ്ട്. ജസ്റ്റ് പോയി കറങ്ങി കണ്ടിട്ട് വരാം. യാ പ്രൈവറ്റ് ബീച്ച് സെറ്റപ്പ് ഇല്ലേ ഇവിടെ? പ്രൈവറ്റ് ബീച്ച് ലൈക്ക് വല്ല എന്താ പറയാലോ
പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിലൊക്കെ വരാൻ പറ്റിയ സ്ഥലം ആക്ച്വലി. പക്ഷെ നമ്മള് കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ കൂടി ഇങ്ങനെ നടന്ന് പോവാണ്. നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്. ഇവിടെ ആക്ച്വലി ലസ്സിൻ്റെ വില്ലേജിൻ്റെ ഇതാണിത്. കുറേ ക്യൂട്ട് ഹൗസസും ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ബാക്കിൽ ഇത്രയും നല്ല അടിപൊളി വ്യൂ. എന്താ അല്ലേ? അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ വന്നു. ആക്ച്വലി ഇവിടെ വ്യൂ പോയിന്റ് പോലെ വ്യൂ ഉണ്ട്, രസമുണ്ട്. സ്ഥലത്തിന് പേര് എനിക്കറിയത്തില്ല. നമ്മൾ ഗ്ലൻകോ പോകുന്ന വഴിയായിരുന്നു, ബട്ട് ഇവിടെ നിർത്തി. Back in 2012, using Daniel Craig and Jude Dench were standing. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ വന്നു. അടുത്ത സ്റ്റോപ്പല്ല, ജസ്റ്റ് വ്യൂ പോയിന്റ് പോലെ. ആക്ച്വലി ഞങ്ങൾ ഇതിന് കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ വ്യൂ പോയിന്റിൽ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. Like Harry Potter. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പ് എത്തി. ആക്ച്വലി ലഞ്ച് കഴിക്കാൻ നിർത്തിയതാണ്. ഫോർട്ട് വില്യംസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഫോർട്ടൊന്നുമില്ല ആക്ച്വലി. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു, ആരൊക്കെ അടിച്ചു പൊളിച്ച് കളഞ്ഞൊന്നും പണ്ടത്തെ ഇതിൽ. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് ഫോർട്ട് വില്യം ആണെന്ന്. ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി. സോ കൊള്ളാം, നൈസ് വൈബ് സ്ഥലം. നോക്കട്ടെ എന്ത് കിട്ടുന്നു ഇവിടെ. ഞങ്ങളൊരു സ്ഥലത്ത് വന്നു, ഫോർട്ട് വില്യം. അതൊക്കെ ഞാൻ പറഞ്ഞു. ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ വന്നു. ഞങ്ങളിപ്പോൾ കുറച്ച് എന്താ പറയുക, മെനുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇനി അത് വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ പറയാം റിവ്യൂ. ഫുഡ് വന്നു. ഇത് ഫിഷ് കേക്ക്, ഇത് പൊട്ടാറ്റോ, ബേക്ക്ഡ് പൊട്ടാറ്റോ, ഇത് മാക്രോണി ആൻഡ് ചീസ്. ഫിഷ് കേക്കാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും. കുരുമുളക് ഇടാൻ തോന്നി. അത് കുരുമുളക് ഉണ്ടോ? മാക്രോണി ആൻഡ് ചീസ്. ഉപ്പുണ്ട്. അങ്ങനെയുണ്ട്. കാര്യമില്ല. ചിക്കൻ ഉപ്പില്ല. കൊള്ളാം. ചുമ്മാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും ഒരു സ്കേർട്ടും മേടിച്ചു.
ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് ഞങ്ങൾക്കിപ്പോൾ 3 മണിക്കാണ് തിരിച്ചെടുക്കുന്നത് വണ്ടി. ഷോപ്പ് കണ്ടാൽ അതിനകത്താണ് നമ്മുടെ ഒരു മര്യാദ. ഏത് പടങ്ങളായിരിക്കും ഞാൻ വരച്ചില്ല, എനിക്ക് പൈസ ഇതൊക്കെ കരയുന്ന നീ അങ്ങനെയല്ല. ഒരു പോസ്റ്റ് കാർഡ് മേടിച്ചിട്ടേ അയച്ചിട്ട് എത്രയാണെങ്കിൽ കുഴപ്പമില്ല. അടുത്തൊരു സ്റ്റോപ്പിൽ വന്നു. ഇവിടുന്ന് വന്ന് ഒരു കമാൻഡോ മോണുമെന്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ. കാറ് വ്യൂ, അസാധ്യ വ്യൂ. There's a sky bridge in the distance. Off the എന്താണ് റൂം ടൂർ കാണിക്കാനായിട്ടൊന്നുമില്ല ബേസിക്, കാരണം ഇത്രയേ ഉള്ളൂ റൂം. ഇതിവിടെ ബാത്റൂം, അത് വെളിയിൽ ഇറങ്ങുന്നത്. ഇവിടെ ബെഡ്, അവിടെ എൻ്റെ ഒരു സംഭവം, അവിടെ TV, അവിടെ ഒരു ടോസ്റ്റർ. ഇത്ര തന്നെ ഉള്ളൂ അല്ലേ? ഒന്നുമില്ല. ടേബിളൊക്കെ ചായ ഉണ്ടാക്കാനായിട്ട് തെറ്റിയിലൊരു തീയിട്ടിട്ടുണ്ട്. ാണ് ഗൈസ്. ഇതിനാണ് ഞാനൊരു എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ വളരെ മോശമായിപ്പോ. സിമ്പിൾ കട്ടൻ. ചായ ഉണ്ടാക്കി നമ്മളവിടെ ബിഗ് ബാങ് തിയറി കാണുന്നു. ట్రైనింగ్ సో ట్రైనింగ్ అంటే ఇక్కడ వచ్చే రౌడీ కానీ ఇక్కడ వచ్చి తర్వాత ట్రైన్ స్టార్ట్ అయింది.